നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലാളി യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയിൽ നിന്ന് 10000 രൂപയായി വർദ്ധിപ്പിച്ചത് യൂണിയൻ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാനാണെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്. തെക്കുംകര പനങ്ങാട്ടുകര MND സ്കൂൾ കുട്ടികൾ കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ഞാറുനടീൽ നടത്തി. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി ശബരിമല കൊള്ളയ്ക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വിയൂർ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഖാദി നെയ്ത്ത് യൂണിറ്റ് ഉദ്ഘാടനം ഒക്ടോബർ 14 നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായി. KSU യൂണിറ്റ് പ്രസിഡന്റ്, മാള നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് തൃശൂരിൽ സംഘടനയ്ക്ക് ഉണർവ് നൽകിയ സംഘടനാ പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാണ്. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ യുണൈറ്റഡ് ഇന്ത്യ പദയാത്ര, മണ്ഡലം പ്രസിഡന്റുമാരുടെ സംസ്ഥാനതല ക്യാമ്പ്, ജില്ലാ സമ്മേളനം, 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയായപ്പോൾ ഉജ്ജ്വലമായ സംഘാടനം കൊണ്ട് ശ്രദ്ധേയനായി. മികച്ച പ്രാസംഗികനും സംഘാടകനുമാണ്. തൃശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് കുഴൂരാണ് സ്വദേശം. പരേതനായ OC ജനരഞ്ജന്റെയും പുഷ്പരജയുടെയും മകനാണ്. അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി KS ആണ് വധു. KC പ്രവർത്തന കാലഘട്ടത്ത് SFIയുമായി ഉണ്ടായ സംഘർഷത്തിലും സമരവേദികളിൽ പോലീസിൽ നിന്നുള്ള ലാത്തിചാർജിലും നിരവധി തവണ ഗുരുതരമായി പരിക്കേൽക്കുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട്. പിണറായി സർക്കാരിനെതിരെ നവകേരള സദസ്സിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ 18 ദിവസം ജയിൽവാസം അനുഭവിച്ചു. തൊഴിലാളി യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് 1000 നിന്ന് 10000 രൂപയാക്കി വർദ്ധിപ്പിച്ച സർക്കാർ നടപടി കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുത്തക മുതലാളിമാരിൽ നിന്ന് അച്ചാരം വാങ്ങിയതിന്റെ പാരിതോഷികമാണെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ആരോപിച്ചു. തൊഴിലാളി സർക്കാരാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ ഭരിക്കുന്ന കേരളത്തെക്കാളും കുറഞ്ഞ രജിസ്ട്രേഷൻ ഫീസാണ് വ്യാവസായികമായി മുൻപന്തിയിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്ന ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികളുടെയും തൊഴിലാളി സംഘടനകളുടെയും അവസ്ഥ ദുരിതപൂർണമാണ്. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിനു ശേഷം ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന സമിതി അംഗങ്ങളായ MK ഉണ്ണികൃഷ്ണൻ, P ആനന്ദൻ, AC കൃഷ്ണൻ, BMS ജില്ലാ ഭാരവാഹികളായ AM വിപിൻ, അഡ്വക്കേറ്റ് പ്രസരവാസവൻ, KV നിത്യ, EC പ്രജിത്, KG ബിജു, KB ജയശങ്കർ, KJ ജിജേഷ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും നൽകുമ്പോൾ ഇവിടെ മാത്രമാണ് ഒരു നയാ പൈസ കുറയ്ക്കാതെ അതിനും വില കൂടുതലാണ്. ഇവിടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ആ പെട്രോളിനും ഡീസലിനും വരെ വില വർധനവാണ്. ഇനി മറ്റു ഓരോ വിയൂർ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഖാദി നെയ്ത്ത് യൂണിറ്റ് ഉദ്ഘാടനം ഒക്ടോബർ 14 നടന്നു. തൃശൂർ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ വിയൂർ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ സ്ഥാപിക്കുന്ന ഖാദി നെയ്ത്ത് യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം ഒക്ടോബർ 14 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. വിയൂർ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് K അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെയ്ത്ത് യൂണിറ്റ് സ്ഥാപിക്കുന്നത്. കുന്നംകുളം മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് നടക്കും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കുടുംബശ്രീ CDS ADSകൾക്ക് ISO ആദരവ്. പോസ്റ്റർ പ്രകാശനം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, ചെയർപേഴ്സൺമാർ, വൈസ് ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക, കൃഷി പുതിയ തലമുറയിൽ ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പനങ്ങാട്ടുകര MND സ്കൂളിലെ കുട്ടികൾക്ക് ജൈവ നെൽകൃഷി പാഠ്യാനുബന്ധ പ്രവർത്തനമായി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ PTA MPTA സഹകരണത്തോടുകൂടി കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ചേനോത്തുപറമ്പ് ഷെയ്ഖ് അമീർ സാഹിബിന്റെ മകൻ ഷെയ്ഖ് ഹസന്റെ 60 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് ഞാറുനടീൽ നടത്തി. ഞാറുനടൽ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷ തിമിർപ്പോടെ കൊണ്ടാടി. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും
പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന ഞാറുനടൽ പഴമയുടെ ഉത്സവാഘോഷത്തിലേക്ക് തിരിച്ചുവന്ന പ്രതീതി ഉണ്ടാക്കി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. OISA പ്രസിഡന്റ് MP പ്രസാദ് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചു. കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക C രേഖ സ്വാഗതവും PTA പ്രസിഡന്റ് ഷിനി രാജേഷ് നന്ദിയും അറിയിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ MA ശാന്തി, OISA സെക്രട്ടറി MS പുരുഷോത്തമൻ, പ്ലാനി പാടശേഖരം വൈസ് പ്രസിഡന്റ് ഐറ ഹബീബ്, ഷെയ്ഖ് ഹസൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, PTA, MPTA അംഗങ്ങൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേർ കുട്ടികൾക്ക് നേതൃത്വം നൽകി. കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടി ഞാറുനടൽ ഉത്സവത്തിൽ കുട്ടികൾ പങ്കെടുത്തു. കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത് പ്രക്രിയകളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക C രേഖ പറഞ്ഞു. ഒരു ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി എങ്ങനെയാണ് എന്ന് ഇന്നത്തെ കുട്ടികൾക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ പ്രസാദ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള OISA അത് കുട്ടികൾക്ക് ഒരു അനുഭവമാക്കി മാറ്റാൻ എടുത്ത ഈ ഒരു ഇതിനെ നല്ല പഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. ഇത് ഇനി എങ്ങനെയാണ് തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നതിലൂടെ അന്നമൂട്ടുന്ന കർഷകൻ എങ്ങനെ നമുക്ക് ആ അന്നം നേടിത്തരുന്നു എന്നുള്ളത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെ തന്നെ പഠിക്കാൻ കഴിയും. അതിന് നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുമക്കളാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ആ കർഷകർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അപ്പോൾ അവരുണ്ടാക്കി തരുന്ന അന്നം കളയാതെ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ഭക്ഷിക്കാനും ഒക്കെയുള്ള ഒരു പരിചയം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ അന്നം തരുന്ന കർഷകരുടെ ഈ വിളവ് നേടിത്തരുന്ന പാടത്തേക്ക് ഇറങ്ങാൻ തയ്യാറായ ഓരോ കുഞ്ഞുമക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൃഷിയെക്കുറിച്ച് നമുക്ക് പഠിക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കൃഷി കണ്ടിട്ടുണ്ടോ, പാടം കാണാത്ത കുട്ടികളാവില്ല, കല്ലമ്പാറക്കാരിലെ കുട്ടികൾ. പക്ഷേ ടൗണിലെ ഏരിയയിൽ പഠിക്കുന്ന പല കുട്ടികൾക്ക് എന്താണ് കണ്ടം, എന്താണ് നെല്ല്, എന്താണ് അതുപോലെ ഈ ഞാറ് എന്താണ്, നെൽക്കതിര് എന്താണെന്ന് അറിയാത്ത കുട്ടികളാണ്. നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കൂടുതൽ ഇറങ്ങി നിന്ന് നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് കൂടുതൽ കൃഷിയോട് താല്പര്യം ഉണ്ടാക്കാനും ഈ വളർന്നു വരുന്ന തലമുറയാണ് നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങി കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ വലുതാകുമ്പോൾ വലിയ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IAS കളക്ടറൊക്കെ ആകുമെങ്കിലും ഈ കൃഷി നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ഈ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ നെൽകൃഷി മാത്രമല്ല, പച്ചക്കറി കൃഷിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കൃഷികളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ തരത്തിലുള്ള കൃഷിയോടും നമുക്ക് അനുഭാവം ഉണ്ടാവണം. അത് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളും അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരെ OISAയിലെ അംഗങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യാൻ നിങ്ങൾ അതിൽ താല്പര്യം കാണിക്കുക. നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ ഇതേപോലുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവും. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വെട്ടുക്കാട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൻ കച്ചേലിക്കര അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റെജിൻ എന്നിവർ സംസാരിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയതാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന്റെ സ്പോൺസറാണെന്നും പ്രസംഗത്തിൽ ശോഭ സുബിൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിനിമാ നടൻ ജയറാം പറയുന്നു, എന്റെ വീട്ടിലേക്ക് സ്വർണ്ണപ്പാളി, എന്റെ വീട്ടിലേക്ക് സ്വർണ്ണപ്പീഠം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വഴി പറയുന്നു സ്വർണ്ണവാതിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ജയറാമോട് ഒഴിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജയറാമിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ചോദ്യത്തിന് ജയറാം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. മലയാള സിനിമയില്, ബാംഗ്ലൂരില്, ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യവസായികൾക്ക് മുമ്പ് അയ്യപ്പ സ്വാമിയുടെ പൊന്നു വിഗ്രഹമായിട്ടുള്ള അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോരമാർഗ ശില്പത്തിന്റെ പാളികളും സ്വർണ്ണവാതിലുകളുമുണ്ട്. പായപ്പെടുത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരാണ്, പിണറായി വിജയന്റെ സ്പോൺസറാണ്. പ്രിയപ്പെട്ടവര്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ട് പിണറായി വിജയൻ എന്താ പറയുന്നത്? രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആരെയാ രക്ഷപ്പെടുത്തുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അവിടെയാണ് ഇന്നലെ പുതിയ റിപ്പോർട്ട് വരുന്നത്. എന്താ റിപ്പോർട്ട്? 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേര് പത്തനംതിട്ടയിലെ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ പത്മകുമാർ പറയുകയാണ്, മുമ്പ് എനിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അവസരം. എന്താ അവസരം? അവസരം എന്ന് പറഞ്ഞാൽ അവിടെ സ്വർണ്ണപ്പാളിയും സ്വർണ്ണവാതിലും മാത്രമല്ല ഉള്ളത്, അവിടെ അയ്യപ്പ സ്വാമിയുടെ യോഗ കണ്ടുണ്ട്. യോഗ കണ്ട് സ്വർണ്ണം പൂശാൻ അനുമതി കൊടുത്തിരിക്കുന്ന ആർക്കാ? 2019 പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മകന്. ചെരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നു, പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. ആനക്കോട്ടയിൽ ചെരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. ആനയുടെ 2-3 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ 9 രാത്രി 10 സംഭവം. പാപ്പാന്മാർ ആനയുടെ അടുത്തു ചെന്ന് മർദ്ദിക്കുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2ാം പാപ്പാൻ G ഗോകുൽ, 3ാം പാപ്പാൻ KA സത്യൻ എന്നിവരെ അഡ്മിനിസ്ട്രേറ്റീവ് OB അരുൺകുമാർ സസ്പെൻഡ് ചെയ്തു. ദേവസ്വം ഭരണസമിതി യോഗ തീരുമാനപ്രകാരമായിരുന്നു സസ്പെൻഷൻ. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവുണ്ട്. PSCയുടെ റൊട്ടേഷൻ തയ്യാറാക്കുന്ന സംവരണേതര ചാർട്ട് പ്രകാരമായിരിക്കും നിയമനം.
യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 15 രാവിലെ 10:30 ITIയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവുക. 048027011491 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. പെരുമ്പാവൂർ ടിംബർ സെയിൽസ് ഡിവിഷനു കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിംബർ ഡിക്കോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഒക്ടോബർ 23 മുതൽ ആരംഭിക്കുന്നു. 70 വർഷത്തിലേറെ പ്രായമുള്ള തേക്ക് തടികളാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. സ്വന്തം വീടുപണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കേണ്ടതാണ്. വീടുപണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547604406 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം അഞ്ചേരിയിൽ 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ ഒല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ. അഞ്ചേരി ത്രിവേണി നഗറിൽ 4 പേർക്ക് വെട്ടേറ്റ സംഭവത്തിലാണ് 3 പേരെ ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒല്ലൂർ സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട നിജോ, സഹോദരന്മാരായ നെൽസൺ, നിക്സൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലക്കോട്ടുകര സ്വദേശികളായ വിനിൽ, വിമൽ, കിരൺ, സുധീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. 4 പേരും ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വാഹനമിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബൈക്കിലെത്തി മുളകുപൊടി എറിഞ്ഞ് 4 പേരെയും പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഓണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സ്റ്റാഫ് നഴ്സിനെയും ദിവസവേതന അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാരെയും നിയമിക്കുന്നു. അഭിമുഖം ഒക്ടോബർ 16 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിലാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് 048724277778 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജയശ്രീ എന്ന സ്ത്രീയുടെ സ്വർണമാല കവർച്ച ചെയ്ത കൂട്ടുപ്രതി ഫാത്തിമ തസ്നിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ ബെന്നി, ASI ഷാലി ബാബു, രേഷ്മ രവി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 65 വയസ്സ് പ്രായമുള്ള രാജ ഗോവിന്ദ എന്ന പേര് മാത്രം അറിവായിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വടൂക്കര എന്ന സ്ഥലത്ത് കാണപ്പെട്ടു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിലിരിക്കെ ഇദ്ദേഹം മരണപ്പെട്ടു. ഇയാളുടെ ബന്ധുക്കളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടുക 9497987131. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളി യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയിൽ നിന്ന് 10000 രൂപയായി വർദ്ധിപ്പിച്ചത് യൂണിയൻ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാനാണെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്. തെക്കുംകര പനങ്ങാട്ടുകര MND സ്കൂൾ കുട്ടികൾ കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ഞാറുനടീൽ നടത്തി. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി ശബരിമല കൊള്ളയ്ക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വിയൂർ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഖാദി നെയ്ത്ത് യൂണിറ്റ് ഉദ്ഘാടനം ഒക്ടോബർ 14 നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.